വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈ നീതു. എൻ്റെ ലഞ്ച് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 3-4 ദിവസമായിട്ട് ഞാൻ ലഞ്ച് വീഡിയോ ചെയ്യാറേ ഇല്ല. കാരണം ഞാൻ ഭയങ്കര ബിസിയാണ്. ഞാൻ ഓടി വന്ന് അമ്മ എന്താണോ ഉണ്ടാക്കി വെച്ചാൽ അതെടുത്ത് കഴിക്കുക ചെയ്യാറ്. 2 പാത്രത്തിലാണ് ചോറ്. ഞാനിത് രാവിലെ പൊന്നൂന് വേണ്ടി വെച്ചാണ്. പൊന്നൂന് പനിയാകൊണ്ട് പൊന്നൂനെ വിട്ടില്ല. പിന്നെ ഇത് അമ്മ വേറെയും ചോറ് വെച്ചു. അപ്പോൾ രണ്ടും സെയിം അരി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുക്കാം. അപ്പം നമ്മുടെ 50% നല്ല കുത്തരി ചോറോളം വീട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് 2 ടൈപ്പ് ഉപ്പേരിയ. സംഭവം ഒന്ന് തന്നെയാണ്, അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചക്കക്കുരു ഇല്ലേ, ചക്കക്കുരു ഒക്കെ ഇട്ടിട്ട് എനിക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടമാണ്. രതീഷ് കുമാറിന് വേണ്ടിയിട്ട് ചക്കക്കുരു ഒന്നും ഇല്ലാതെ അമ്മായിയമ്മയുടെ സ്നേഹം ചക്കക്കുരു അത് അതെടുത്ത് വെക്കട്ടോ. കുശുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്കത് രക്തത്തിൽ കിട്ടില്ല. അപ്പം എനിക്കും പത്തുനും ഒക്കെ ചക്കക്കുരു ഇട്ടത് ഇഷ്ടമാണേ. അപ്പം ചക്കക്കുരു ഇട്ടാൽ നമ്മുടെ അച്ചിങ്ങ ഉപ്പേരി വിളമ്പി. ഇനി ഈ കറി എനിക്ക് ഇഷ്ടമല്ല. ഇത് പൈനാപ്പിൾ പച്ചടിയാണ്. ഇവിടെ നമ്മുടെ പറമ്പ് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ നാടൻ പൈനാപ്പിൾ, ഒരു വിഷം അടിക്കാത്ത കാട്ടു പൈനാപ്പിൾ. അപ്പോൾ അതാണ് എനിക്ക് ഈ കറി ഇഷ്ടമല്ല. ഞാൻ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എനിക്കിത് ടേസ്റ്റ്, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഇങ്ങനെ ടേസ്റ്റ് ചെയ്താൽ തന്നെ ഈ കറി എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടോ? ഞാൻ അങ്ങനെ ഒരാളാണ്. എനിക്ക് പൈനാപ്പിൾ പച്ചടി അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നോക്കാൻ പൊട്ടിക്കെടുത്ത് മിക്കവാറും ഞാൻ അത് കളയുള്ളൂ. പിന്നെ ഇതൊരു സ്പെഷ്യൽ സാധനം ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടിയമ്മേ? കൊണ്ടാട്ടമുളക്. കൊണ്ടാട്ടമുളക് ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് എന്ത് വിളമ്പണം? കട്ട തൈര് വിളമ്പണം. കൊണ്ടാട്ടമുളകും കട്ടത്തൈരുടെ ഒട്ടച്ചങ്ങട് കഴിക്കണം. പപ്പടം തീർന്നു അമ്മേ. പപ്പടം മുഴുവൻ പ്രഷറുള്ള അച്ഛൻ കഴിച്ചു. അപ്പം ഞാനൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് എടുക്കാം. നിറയെ തേങ്ങാക്കൊത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ബീഫ് കഴിച്ചപ്പോൾ ഫുൾ തേങ്ങാക്കൊത്ത്. അപ്പം ഞാൻ വിചാരിച്ച എൻ്റെ ചിക്കൻ റോസ്റ്റ് നിറച്ച് തേങ്ങാക്കൊത്തിടണം. നെക്സ്റ്റ് ഉള്ളത് മത്തങ്ങയും പയറും. കുറേ ദിവസമായിട്ട് ഞാൻ പറയാം എനിക്ക് മത്തങ്ങയും പയറും വേണമെന്നേ. നോക്കി നമ്മുടെ പ്ലേറ്റ് ഇവിടെ സെറ്റ് ആയിരുന്നു. മീനൊന്നുമില്ല കേട്ടോ. പൂർവാധികം ശക്തിയോടെ ഞാൻ എൻ്റെ ചാളയായിട്ട് തിരിച്ചു വരുന്നതാണ്. കഴിച്ചു തുടങ്ങിയാലോ. തേങ്ങയ്ക്ക് എന്ത് വിലയാണ് നിങ്ങൾ അറിഞ്ഞോ? വെളിച്ചെണ്ണ 405 രൂപ. എൻ്റെ ദൈവം, എൻ്റെ കണ്ണിൽ കൂടെ മുന്നിൽ പോയി. എനിക്കൊന്ന് നെയ്യിൽ കുക്ക് ചെയ്യാൻ ലാഭം. തേങ്ങയ്ക്കും അതെ 60 രൂപ കൊണ്ട് 50 രൂപ 60 രൂപ ഒരു തേങ്ങയ്ക്കും അല്ല പറഞ്ഞത്. ആദ്യം നമുക്ക് ചിക്കൻ റോസ്റ്റും മെഴുക്കുവരട്ടിയൊക്കെ കൂട്ടിയിട്ട് ഒരു വായിക്കൊണ്ട് നോക്കാം. ചോറ് ഞാൻ തിളപ്പിച്ച് വറുത്താണേ. ചെറിയ ചൂടുണ്ട്. വീണ്ടും വറുത്താണേ. നമുക്ക് കുറച്ച് നമ്മുടെ കൊണ്ടാട്ടമുളകും തൈരും. മോനെ, ഇത് ഉടയ്ക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ സ്മെൽ എൻ്റെ മൂക്ക് തടയ്ക്കുക. വരണ്ട പാത്തുകുട്ടം വരണ്ടേ. കഞ്ഞി കുടിച്ചാൽ മതി. വെറുതെ പറഞ്ഞാ വായിത്തരാം. ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുമ്പോൾ കഞ്ഞി കുടിക്കണം എന്ന് തോന്നുന്നു. കൊച്ചു രാവിലെ ഇന്നലെ രാത്രിയൊക്കെ കഞ്ഞി കുടിച്ചേ. ഈ പെണ്ണ് കഞ്ഞിയാണ്ടോ ഏറ്റവും ഇഷ്ടം. സാധാരണ പിള്ളേർ കഞ്ഞി കുടിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. ഏത് സമയത്ത് കഞ്ഞി കുടിച്ചാലും കഴിക്കും. ഇന്നിപ്പോൾ പനിച്ചപ്പോൾ ഉണ്ടല്ലോ രാവിലെ പറയാം പൊറോട്ട വേണം, ബിരിയാണി വേണം, ചിക്കൻ വേണം, മീൻ വേണം, പിന്നെന്താ ഡെസേർട്ട് കഴിക്കണം, പായസം വേണ്ട, ചീസ് കേക്കോ അങ്ങനത്തെ ഡെസേർട്ട് കഴിക്കണം. അപ്പം ഞാൻ പറഞ്ഞു പനി കൂടുണ്ട്, കുറേ ഭക്ഷണം വേണമെന്ന് പറയും. അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് ക്യാമറമാൻ വല്ലതും കൊടുക്കട്ടെ. പാവം വിശന്നിരിക്കുക. ബൈ.